ഹലോ മക്കളെ, പ്ലസ് ടു മാത്സിൽ വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണ് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി. ഫസ്റ്റ് ടൈം എക്സാമിൽ ഏറ്റവും അധികം വെയിറ്റേജിനും ഏറ്റവും അധികം ഫോർമുലസ് പഠിക്കാനുള്ള ചാപ്റ്ററും അതുപോലെ തന്നെയാണ് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി ആണ്. സോ ഈ കാണുന്ന ചാപ്റ്ററിലെ ഒരു ടോപ്പിക് ലോഗരിതമിക് ഡിഫറൻസിയേഷൻ. ബോർഡ് എക്സാമിനും ഫസ്റ്റ് ടൈം എക്സാമിനും ഏത് എക്സാം എടുത്തു കഴിഞ്ഞാലും ഏറ്റവും അധികം ഇമ്പോർട്ടന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഭാഗമാണ് ലോഗരിതമിക് ഡിഫറൻസിയേഷൻ, അഥവാ ലോഗൊക്കെ അപ്ലൈ ചെയ്തിട്ടൊന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഇതാണ് വേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻസ് വരിക എല്ലാം അറിയാൻ വേണ്ടി പോകുന്നു. ഒറ്റ വീഡിയോ കാണുക, ഈ കാണുന്ന ഭാഗത്തുള്ള മുഴുവൻ കാര്യങ്ങളും മനസ്സിലാക്കുക. ബോർഡ് എക്സാമിന്റെ 9 മാർക്കിലെ ടോപ്പിക് ഏറ്റവും ലഘൂകരിച്ച് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി പോകുന്നു. അതിലെ ലോഗരിതമിക് ഡിഫറൻസിയേഷൻ കാണാം. ആദ്യമായിട്ട് അറിയേണ്ടത് ഈ കാണുന്ന 4 ആൾക്കാരെയാണ്. ഇവർ 4 പേരും ഇമ്പോർട്ടൻ്റ് ആണ്. ആശാൻ വേറെ ഒന്നുമല്ല, ലോഗ് എക്സ് റൈസ് ടു എന്ന് പറഞ്ഞാൽ അത് n ലോഗ് എക്സ് ആണ്. മേലെ ഉള്ളവൻ ആരോ അവൻ നേരെ താഴെ ഇറങ്ങി വരും. മേലെ ഉള്ളവനെ താഴെ ഇറക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? ലോഗ് അപ്ലൈ ചെയ്യാം. പരിപാടി കഴിഞ്ഞു. ദേ മേലുള്ള n താഴെ ചാടി വന്നു, n ലോഗ് എക്സ് എന്ന് കിട്ടി. നേരെ പോകുന്നു ബാക്കിയിലേക്ക്. ലോഗ് എ ബി, ലോഗ് എ ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ അത് ലോഗ് എ പ്ലസ് ലോഗ് ബി ആണ്. ഇനി ചിലർ ഭാവിയിൽ എഴുതും ലോഗ് ഓഫ് എ പ്ലസ് ബി. ആശാൻ ആരാ? അത് ലോഗ് എ പ്ലസ് ലോഗ് ബി ആണ് എന്ന് എഴുതും. അത്ര നോൺസെൻസ് ഫ്ലോപ്പാണ്, തെറ്റാണ്. ലോഗ് ഓഫ് എ ബി ആണ് ലോഗ് എ പ്ലസ് ലോഗ് ബി, അല്ലാതെ ലോഗ് ഓഫ് എ പ്ലസ് ബി അത് ലോഗ് എ പ്ലസ് ലോഗ് ബി അല്ല 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 അല്ല. ഇത് ഹൈലി ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ തന്നെ നിങ്ങൾ തെറ്റിക്കും. 10 മിനിറ്റ് ആയിട്ട് കാണിച്ചു തരാം. ആൻഡ് ലോഗ് എ ബൈ ബി ഇറ്റ് ഇസ് സെയിം ആസ് ലോഗ് എ മൈനസ് ലോഗ് ബി. വളരെ ഈസി ആയിട്ട് പഠിക്കാൻ വേണ്ടി സാധിക്കുന്ന ഈ കാണുന്ന ഫോർമുലസ് എല്ലാം പഠിച്ചുകൊണ്ട് നമ്മൾ നേരെ പോകുന്നു ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. അയ്യോ എന്തത്? എവിടെയാണ് ലോഗ് അപ്ലൈ ചെയ്യാം? ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതിന്റെ ടൈപ്പ് 1 ആണ്. ടൈപ്പ് 1 ഇവിടെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധാ രീതിയിൽ പറ്റും. അതായത് ആശാൻ നമ്മൾ സാധാരണ പോലെ ലെഫ്റ്റിൽ നിന്ന് വന്നു, റൂട്ട് കണ്ടു, റൂട്ടിന്റെ ഡെറിവേറ്റീവ് എടുത്തു, ഇവിടെ പോകുന്നു, കോഷനോട് കാണുന്നു, കോഷനോട് അപ്ലൈ ചെയ്യുന്നു, ഉള്ളോട്ട് പോകുമ്പോൾ പ്രൊഡക്റ്റ് ഉള്ളുണ്ട് എല്ലാം അപ്ലൈ ചെയ്യുന്നു. നല്ല പണിയാണ്. എങ്ങനെ? നല്ല പണിയാണ്. കുറെ സമയം എടുക്കും. കുറെ ന്യൂമറേറ്റർ, ഡിനോമിനേറ്റർ, ഫ്രാക്ഷൻസ്, ഇത്തരത്തിലുള്ള കുറെ ആൾക്കാർ റാഷണൽ ഫംഗ്ഷൻ പോലെ വന്നു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ എക്സ് മൈനസ് എ ഇൻറ്റു എക്സ്, എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് ബി ഇൻറ്റു എക്സ് മൈനസ് സി ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് ഡി ഇൻറ്റു എക്സ് മൈനസ് ഇ ഇൻറ്റു എക്സ് മൈനസ് എഫ്, ഇങ്ങനെ കുറെ ആൾക്കാർ വന്നു. കാണുമ്പോൾ ചെയ്യാൻ എളുപ്പമാണ്, പക്ഷെ എന്താ കുറെ സമയം എടുക്കും. ഇത്തരത്തിലുള്ള ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ഒന്നും ആലോചിക്കണ്ട, കണ്ണടയ്ക്കുക, ലോഗ് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഫ്രാക്ഷനിന് കുറെ വന്നു, ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടി ബുദ്ധിമുട്ടാണ്. ആ നിൽക്കുന്ന സാഹചര്യത്തിൽ നമ്മൾക്ക് കൈത്താങ്ങാൻ നിൽക്കുന്ന ആരാണ്? അത് ലോഗരിതമാണ്. ഇതാണ് ടൈപ്പ് 1. സോ ഇവരെ ഞാൻ y എന്ന് വിളിച്ചു. y ഈക്വൽ ടു ക്വസ്റ്റ്യൻ കേട്ടോ, റൂട്ട് നിൽക്കറിയാം, അത് ഹോൾ റേസ് ടു 1/2 ആയി മാറും. അതുകൊണ്ട് എക്സ് മൈനസ് 3 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 4 ഹോൾ ഡിവൈഡഡ് ബൈ 3x സ്ക്വയർ പ്ലസ് 4x പ്ലസ് 5 ഹോൾ റേസ് ടു 1/2 കഴിഞ്ഞു. ഈ കാണുന്ന മേലെ പവർ വന്നു. മേലുള്ളവൻ താഴെക്കാൻ വേണ്ടി ലോഗ് അപ്ലൈ എന്ന് പറഞ്ഞു. ഇവിടുത്തെ ആ കാണുന്ന മേലുള്ളവൻ താഴെക്കാൻ വേണ്ടിയല്ല. ഇവിടുത്തെ ഈ കാണുന്ന കുറെ പ്രൊഡക്റ്റ് ഉണ്ട്. എക്സ് മൈനസ് 3 ഒരാള് ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 4 രണ്ടാമത്തെ ആള് ഡിവൈഡഡ് ബൈ 3x സ്ക്വയർ പ്ലസ് 4x പ്ലസ് 5. ഇങ്ങനെ കുറെ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ വന്നപ്പോൾ സാധാരണ രീതിയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന അത്ര വലിയ ഈസിയാണ് മനസ്സിലായതുകൊണ്ട് ഞാൻ നേരെ അപ്ലൈ ചെയ്തു ലോഗ്. അപ്ലൈയിങ് ലോഗരിതം ഓൺ ബോത്ത് സൈഡ്സ്. അപ്ലൈയിങ് ലോഗ് ഓൺ ബോത്ത് സൈഡ്സ്. ഇപ്പൊ എന്ത് കിട്ടി? വൈക്ക് ലോഗ് കൊടുത്തു, ഇപ്പൊ ലോഗ് പോയി. റൈറ്റ് ഹാൻഡ് സൈഡിൽ ഇവനും ഞാൻ എന്ത് ചെയ്തു? നമ്മുടെ ലോഗ് കൊടുത്തുട്ടാ. ലോഗ് ഒരു ഭാഗത്തും മാത്രം എടുക്കാൻ പറ്റില്ല, 2 ഭാഗത്തും വേണം. ഞാൻ എന്ത് ഇവിടെയും കൊടുത്തു നമ്മുടെ ലോഗ്. ഇപ്പൊ നോക്കുമ്പോഴേ ലോഗ് ഇവൻ എക്സ് ടു ദി പവർ n. മേലെ ഒരു ചങ്ങായി ഉണ്ട്, മേലെ ഉള്ളവൻ എന്ത് ചെയ്തു? ഞാൻ നേരെ താഴെ ഇറക്കിയത് പുറത്ത് എഴുതി. ഇറ്റ് ഇസ് സെയിം ആസ് 1/2 ടൈംസ്. ബാക്കി എന്ത് ചെയ്തു? ലോഗിന്റെ ബാക്കി എല്ലാ ആൾക്കാരും അതുപോലെ തന്നെ എഴുതി 1/2 ടൈംസ് ലോഗരിതം ഓഫ് ഈ ആൾക്കാർ എഴുതി. എന്താ ചെയ്തേ? ഈ മേലുള്ളവൻ നേരെ താഴെ ഇറങ്ങി വന്നു. ഹാപ്പി. ഇവിടെ നോക്കുമ്പോ ഇത് ലോഗ് ഇവനൊരു എ പോലെ നോക്കാം, താഴെയുള്ളവൻ ബി പോലെ. ലോഗ് എ ബൈ ബി ഫോമാറ്റാ. നമുക്കറിയാം ലോഗ് എ ബൈ ബി എന്താ? ലോഗ് എ മൈനസ് ലോഗ് ബി. സോ 1/2 ഉണ്ട്, അവൻ അങ്ങനെ തന്നെ എഴുതി. ലോഗ് എ മീൻസ് എക്സ് മൈനസ് 3 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 4 മൈനസ് ലോഗ് ബി ലോഗ് 3x സ്ക്വയർ പ്ലസ് 4x പ്ലസ് 5. ഇതാണ് ലോഗ് എ മൈനസ് ലോഗ് ബി. ഇവിടെ ഉള്ളിൽ നോക്കുമ്പോൾ
ഇവിടെ വീണ്ടും ഒരു മൾട്ടിപ്ലിക്കേഷനാ. ലോഗ് ഇവനൊരു എ പോലെ എടുക്കുക, ഇവനൊരു ബി പോലെ എടുക്കുക. ലോഗ് എ ഇൻറ്റു ബി ഫോമാറ്റാ. നമുക്കറിയാം ലോഗ് എ ബി എന്ന് പറഞ്ഞാൽ ലോഗ് എ പ്ലസ് ലോഗ് ബി ആണ്, അറിയാലോ. ഇവിടെ അപ്ലൈ ചെയ്യാം. സോ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ലോഗ് വൈ ആണ്. ലോഗ് വൈ ഈക്വൽ ടു 1/2 ടൈംസ്. മക്കളെ നോക്കി ഇവിടെ ലോഗ് എ ബി ഫോമാറ്റ്. സോ ലോഗ് എ ലോഗ് എക്സ് മൈനസ് 3 പ്ലസ് ലോഗ് ബി ലോഗ് എക്സ് സ്ക്വയർ പ്ലസ് 4 പിന്നെ ഈ കാണുന്ന മൈനസ് ലോഗ് ഓഫ് 3x സ്ക്വയർ പ്ലസ് 4x പ്ലസ് 5 കഴിഞ്ഞു. എന്ത് ചെയ്യാ? ഡിഫറൻഷിയേറ്റ് ബോത്ത് സൈഡ്സ്. രണ്ട് സൈഡ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഡെറിവേറ്റീവ് എടുക്കുന്നു. ലെഫ്റ്റിൽ നിന്ന് ആരംഭിച്ചു, ലോഗിനെ കണ്ടു. ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് 1/x ആണെന്ന് അറിയാം. അപ്പൊ ലോഗ് വൈയുടെയോ 1/y. കഴിഞ്ഞോ? ഇല്ല. ഉള്ളിൽ ആരുണ്ട്? y ഉണ്ട്. ഡെറിവേറ്റീവ് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു x എന്താ? dy/dx. പിന്നെ മക്കളെ കാര്യം പറയട്ടെ, സൈലത്തിന്റെ കിടുക്കാച്ചി മെറ്റീരിയൽ ഇറങ്ങിയിട്ട് കേട്ടോ. കിടുക്കാച്ചി മെറ്റീരിയൽ, നോ ഡൗട്ട് ദി ബെസ്റ്റ് മെറ്റീരിയൽ നിങ്ങൾക്ക് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കാണുന്ന മെറ്റീരിയൽ എല്ലാവരും എന്താണ് വാങ്ങാൻ വേണ്ടി ശ്രമിക്കുക. ഏറ്റവും മികച്ച രീതിയിൽ നിങ്ങൾക്ക് മാത്സ് പഠിക്കാനായിട്ടും സയൻസ് പഠിക്കാനായിട്ടും നിങ്ങളിലേക്ക് എത്തിക്കുന്ന സൈലത്തിന്റെ മെറ്റീരിയൽ ദി ബെസ്റ്റ് ക്വാളിറ്റി ആണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നേരത്തിലേക്ക് പോകുന്നു ബാക്കിയിലേക്ക്. സോ 1/2 ടൈംസ്. ഇവിടെ നമുക്ക് എന്താണ്? ലോഗ് ഓഫ് ഇവന്റെ ഡെറിവേറ്റീവ് ലോഗ് എക്സ് മൈനസ് 3 എന്ന് പറഞ്ഞാൽ 1/x മൈനസ് 3. ഒരു മാക്സിമം ഈ കാണുന്ന വീഡിയോ ലെങ്ത്തും നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരു 15 മിനിറ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. എക്സ് മൈനസ് 3 പ്ലസ് ലോഗ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 4. ലോഗിന്റെ 1/x സ്ക്വയർ പ്ലസ് 4. ലോഗ് എക്സ് ആവുമ്പോൾ ലോഗ് എക്സ് ആണെങ്കിൽ 1/x. സോ ലോഗ് എക്സ് സ്ക്വയർ പ്ലസ് 4 ആവുമ്പോൾ 1/x സ്ക്വയർ പ്ലസ് 4. ഉള്ളോട്ട് ആരെ കണ്ടു? എക്സ് സ്ക്വയറിനെ കണ്ടു. ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ ഇറ്റ് ഇസ് സെയിം ആസ് 2x. കഴിഞ്ഞു. പിന്നെ 4 കോൺസ്റ്റന്റ് 0 അവിടെ നിൽക്കട്ടെ. മൈനസ് വീണ്ടും ലോഗ് എക്സ് ആണെങ്കിൽ 1/x ആണ്. സോ ലോഗ് ഇവിടെ 3x സ്ക്വയർ ഉണ്ട്. 1/3x സ്ക്വയർ പ്ലസ് 4x പ്ലസ് 5 ഇൻറ്റു നോക്കിയേ 3x സ്ക്വയർ ഡെറിവേറ്റീവ് 3 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് x സ്ക്വയർ ഇറ്റ് ഇസ് സെയിം ആസ് 2x. സോ 3 ഇൻറ്റു 2x 6x പ്ലസ് 4x ഇൻറ്റു 4 കോൺസ്റ്റന്റ് 5 0. ഇതാണ് ഐറ്റം. ഒന്ന് വൃത്തിയാക്കണം. സോ 1/y dy/dx equal to 1/2 times plus 1/x minus 3 plus 1 into 2x divided by x square plus 4 minus 6x plus 4 divided by 3x square plus 4x plus 5. എന്ത് ചെയ്യാ? ഈ കാണുന്ന y-നെ നമ്മൾ നേരെ റൈറ്റിൽ കൊണ്ടുപോകാം. നമുക്കറിയാം ആവശ്യം dy/dx മാത്രമാണ്. സോ y ഇവിടെ എക്സ്ട്രാ ആണ്. താഴെയുള്ള y മേലെ പോകുമ്പോൾ എന്തായി? അത് ഇൻറ്റു ആയിട്ട് മാറുന്നത് നമുക്കറിയാം. സോ ഇൻറ്റു y ഇതാരെ 1 എന്തായി? ഞാൻ ഇത് y/2. y ആരാ? y ഇത് ഇയാളാ y. ഇവിടെയുള്ള വൈക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ വലിയൊരു ആൻസറായി മാറും. അപ്പൊ എന്താവും നോക്കിയേ, ഞാൻ ഇവനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ സോ dy/dx y/2 മക്കളെ ഇതാണ് നമ്മുടെ y. ഇവനായിരുന്നു y. കണ്ടോ? ഹോൾ ഇത് y ഹോൾ ബൈ 2 ഇൻറ്റു ബാക്കിയുള്ള ആൾക്കാർ ഇത് എവിടെയുണ്ട്? ഇതാണ് ബാക്കിയുള്ള ചങ്ങായിമാര്. ഇവന്മാരെ മൊത്തം നമ്മൾ എന്ത് എഴുതണം? അവിടെ എഴുതണം. ഞാൻ ഇവന്മാരെ മൊത്തം എടുത്തു. കോപ്പി ഞാൻ നേരെ പേസ്റ്റ് ചെയ്തു. ദിസ് ഇസ് ദി റൈറ്റ് ആൻസർ ഫോർ ഗിവൺ ക്വസ്റ്റ്യൻ. അവസാനിച്ചു. ഇത്ര മാത്രമാണ് നമുക്കിത് ഈ ഒരു ചോദ്യം വരുന്നത്. കേട്ടില്ലോ? നേരെ പോകുന്നു. സെക്കൻഡ് ടൈപ്പ് കാണും എല്ലാവരും. ഡിഫറൻഷിയേറ്റ് എക്സ് റൈസ് സൈൻ എക്സ്. ബോർഡ് എക്സാമിനൊക്കെ തന്നെ ഒരുപാട് തവണ ചോദിച്ച ക്വസ്റ്റ്യൻ, എല്ലാവർക്കും ഫേവറേറ്റ്. ഞാൻ നേരെ വിളിച്ചു y = x⁻sin x. മക്കളെ, ഒരു ഫംഗ്ഷന്റെ മേലെ മറ്റൊരു ഫംഗ്ഷൻ, അതായത് f(x)(g)(x) ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ കണ്ണടയ്ക്ക ലോഗ് അപ്ലൈ ചെയ്യാം. എങ്ങനെ? കണ്ണടച്ച് ലോഗ് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഒരു ഫംഗ്ഷന്റെ മേലെ മറ്റൊരു ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ ലോഗ് അപ്ലൈ ചെയ്യാം. അപ്പൊ എന്നോട് ചോദിക്കും, ആശാൻ അങ്ങനെയാണെങ്കിൽ x² വന്നു, ഞാൻ ലോഗ് അപ്ലൈ ചെയ്യട്ടെ? കുഴപ്പമൊന്നുമില്ല, ചെയ്യാനൊക്കെ പറ്റും. പക്ഷെ അതിന്റെ ആവശ്യമില്ല. ഇവിടെ എന്താ നമ്പറൊക്കെയാണ്. അതുകൊണ്ട് നമുക്ക് എന്താ x² x⁻n ഫോർമാറ്റ് ആണ്. ഡെറിവേറ്റീവ് x⁻n x⁻n-1 ഫോർമുലയുണ്ട്. അതുകൊണ്ട് അത് അതിലേക്ക് പോയാൽ മതി. വെറുതെ ലോഗ് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഇവിടെ നോക്കിയ x⁻sin x
ഇവിടെ സൈൻ എക്സ് ഇൻറ്റു എക്സ് റൈസ് സൈൻ എക്സ് മൈനസ് 1 ഇൻറ്റു കോസ് എക്സ് അങ്ങനെയൊന്നും എഴുതാൻ പാടില്ല കേട്ടോ, പെറ്റതൊക്കെ ആന മണ്ടത്തര. അപ്പോൾ ഒരു ഫംഗ്ഷൻ ഇവിടെ ഉണ്ട്, അതിന്റെ മേലെ മറ്റൊരു ഫംഗ്ഷൻ അപ്ലൈ ലോഗരിതം ഓൺ ബോത്ത് സൈഡ്സ്. വി ഗെറ്റ് ലോഗ് വൈ ഈക്വൽ ടു ലോഗ് എക്സ് റൈസ് സൈൻ എക്സ്. മേലെയുള്ള സൈൻ എക്സ് നേരെ താഴെ ഇറങ്ങി വന്നു. സോ സൈൻ എക്സ് ഇൻറ്റു ലോഗ് എക്സ്. ഇതാണ് മക്കളെ ലോഗ് വൈ. ടേക്കിംഗ് ഡെറിവേറ്റീവ് ഓൺ ബോത്ത് സൈഡ്സ് വി ഗെറ്റ് ലോഗിന്റെ ഡെറിവേറ്റീവ് ലോഗ് വൈ ആകുമ്പോൾ 1/y ആൻഡ് ഇവിടെ y ഉണ്ട്, ഡെറിവേറ്റീവ് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു x dy by dx ഈക്വൽ ടു അച്ഛാൻ റൈറ്റ് ഹാൻഡ് സൈഡ്. എത്ര പേരുണ്ട്? 2 പേര്. ഒന്നാമത്തെ ആള് സൈൻ എക്സ്, രണ്ടാമത്തെ ആള് ലോഗ് എക്സ്. 2 പേരുടെ മൾട്ടിപ്ലിക്കേഷൻ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഗൈസ് ഇറ്റ്സ് ടു ഈസി. യു വാണ്ട് ടു അപ്ലൈ പ്രൊഡക്റ്റ് റൂൾ. ഫസ്റ്റ് ഫംഗ്ഷൻ സൈൻ എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് log x in derivative 1/x plus second function log x into derivative of first sin x in derivative cos x. ഒന്ന് വൃത്തിയാക്കുമ്പോഴേ 1/y dy by dx equal to sin x by x plus log x into cos x. ഇനി ആസ് യൂഷ്വൽ വൈനെ ഞാൻ നേരെ റൈറ്റിൽ കൊണ്ടുപോയി. സോ ഈ കാണുന്ന വൈ ഇവിടെ ഇൻറ്റു ആയിട്ട് മാറി. വൈ ഇൻറ്റു ഐറ്റം കിട്ടി. വൈ ആരാ? ക്വസ്റ്റ്യനിലുണ്ട്. വൈ ആരാ? എക്സ് റൈസ് ടു സൈൻ എക്സ്. ഓടിപ്പോയിട്ട് ആ കാണുന്ന വൈനെ ഞാൻ റീപ്ലേസ് ചെയ്തു എക്സ് റൈസ് ടു സൈൻ എക്സ്. അപ്പോഴാണ് എൻ്റെ ആശാനെ നമ്മൾ ആലോചിച്ചത് തൊട്ടാ ഇവിടെ സൈൻ എക്സ് ബൈ എക്സ് ഉണ്ട്. 1 അല്ലേ? സൈൻ എക്സ് ബൈ എക്സ് 1 അല്ലേ? അപ്പൊ എന്ത് ചെയ്തും ചില ബിരുദന്മാരങ്ങോട്ട് എഴുതി വെക്കും ഇവനെ 1 എന്ന് പറഞ്ഞിട്ട്. നല്ല പെട്ട കിട്ടും. സൈൻ എക്സ് ബൈ എക്സ് കണ്ടാൽ 1 എഴുതണമെന്ന് ഏടില്ല കേട്ടോ, എവിടെയില്ല. ലിമിറ്റ് വേണം. ലിമിറ്റ് എക്സ് ടെൻ ടു 0 സൈൻ എക്സ് ബൈ എക്സ് ആണ് 1. വെറുതെ സൈൻ എക്സ് ബൈ എക്സ് കണ്ടാൽ അതിന്റെ വാല്യൂ 1 അല്ല. നോട്ട് ചെയ്തോ 1 അല്ല. ഇറ്റ്സ് നോട്ട് ഇക്വൽ ടു 1. ലിമിറ്റും കൂടി ഉണ്ടെങ്കിൽ മാത്രം ലിമിറ്റ് എക്സ് ടെൻ ടു 0 സൈൻ എക്സ് ബൈ എക്സ് ഇങ്ങനെ വന്നാൽ മാത്രമേ അതിന്റെ വാല്യൂ 1 ആവുകയുള്ളൂ എന്ന് നിങ്ങൾ നോട്ട് ചെയ്യണം. കാരണം എക്സാമിന് കുറെ പേര് എഴുതാറുണ്ട്. ഇത് കണ്ടു കഴിഞ്ഞാൽ പണ്ട് പഠിച്ച ഓർമ്മയാണ് 1 എഴുതി വെക്കും. തെറ്റാട്ടാ. അടുത്തേക്ക് പോകുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. y raised to x equal to x raised to y. ഹേയ് അശാൻ, ഒന്നിന്റെ മേലെ മറ്റൊരു ഫംഗ്ഷൻ, ഒരു ഫംഗ്ഷന്റെ മേലെ മറ്റൊരു ഫംഗ്ഷൻ, ഒന്നും ആലോചിക്കില്ല. കണ്ണടച്ചു, അപ്ലൈ ലോഗരിതം. സോ ലോഗ് y raised to x equal to log x raised to y. മേലെ കിടക്കുന്നവൻ നേരെ താഴെ ഇറങ്ങി വന്നു. സോ എക്സ് ലോഗ് വൈ ഈക്വൽ ടു വൈ ലോഗ് എക്സ്. രണ്ട് സൈഡ് നോക്കുമ്പോൾ രണ്ട് ഫംഗ്ഷന്റെ മൾട്ടിപ്ലിക്കേഷൻ പോലെ വെക്കുന്നു. സോ ഗൈസ് ഒബ്വിയസ്ലി വി വിൽ അപ്ലൈ പ്രൊഡക്റ്റ് റൂൾ ഓവർ ഹിയർ. നമ്മൾ എന്ത് ചെയ്യും? പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുക. ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ലോഗ് വൈയുടെ ഡെറിവേറ്റീവ്. ലോഗിന്റെ 1/y ആണെന്ന് അറിയാം. സോ ലോഗ് വൈ ആകുമ്പോൾ 1/y ഇൻറ്റു കഴിഞ്ഞില്ല മക്കളെ. ഉള്ളോട്ട് വന്നപ്പോൾ ആരെ കണ്ടു? വൈനെ കണ്ടു. ഡെറിവേറ്റീവ് ഓഫ് വൈ വിത്ത് റെസ്പെക്ട് ടു എക്സ് dy by dx പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ആരാ? ലോഗ് വൈ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇറ്റ് ഈസ് 1 കഴിഞ്ഞു. ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡും ഇതുപോലെ തന്നെ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ വൈ ആണ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ലോഗ് എക്സ് ആണ്. ഇറ്റ് ഈസ് 1/x plus second function log x into derivative of first one derivative of y with respect to x dy by dx. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ എല്ലാത്തിലും ഒരേ പരിപാടി ചെയ്യാം. കണ്ണും പൂട്ടി കൂട്ടാ. dy by dx എല്ലാം ഒരു ഭാഗത്ത്, ഇപ്പോൾ dy by dx ഉണ്ട്, ഇതിലുണ്ട്. അവന്മാരൊക്കെ ഉണ്ടല്ലോ നേരെ ലെഫ്റ്റില്, dy by dx ഇല്ലെങ്കിലോ റൈറ്റില്. അപ്പൊ നോക്കിയേ, ഇത് x by y dy by dx. കൊള്ളാം, ഇഷ്ടായി. ഇപ്പുറത്ത് ആരും എന്താ? ലോഗ് എക്സ് dy by dx ഇപ്പുറം വന്നു മൈനസ് ആയിട്ട്. അപ്പൊ മൈനസ് റൈറ്റിലോ ഒരു y by x ഉണ്ട്. ഈ ലോഗ് എപ്പുറം എന്തായി? മൈനസ് ലോഗ് y. y by x മൈനസ് ലോഗ് y. എല്ലാവരും എന്ത് ചെയ്യാം? ഒന്ന് എൽസ് എടുക്കാം. ഓക്കെ, അതിന് നമുക്ക് എന്ത് ചെയ്യാം? എൽസ് വരുമ്പോണ്ടല്ലോ നമുക്ക് വൃത്തിയാക്കാൻ നല്ലത്. രണ്ടിലുണ്ടല്ലോ dy by dx കോമൺ ആണ്. ഞാൻ dy by dxനെ കോമൺ ആയിട്ട് പുറത്ത് എഴുതി. dy by dx പോയാൽ x by y പോയാൽ log x. സോ x by y മൈനസ് log x
ഈക്വൽ ടു y ബൈ എക്സ് മൈനസ് ലോഗ് വൈ. നേരെ എന്ത് ചെയ്തു, ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ്, ഇവരെ നേരെ റൈറ്റിലേക്ക് കൊണ്ടുപോയാൽ മാത്രമാണ് നമുക്ക് എന്ത് കിട്ടുള്ളൂ, dy ബൈ dx ലഭിക്കുള്ളൂ. which implies dy by dx equal to y by x minus log y whole divided by x by y minus log x. മക്കളെ ഒന്ന് എൽസി എടുത്ത് ക്രോസ് ചെയ്തു കേട്ടോ, താഴെ മേലെ ഒന്ന് ക്രോസ് ചെയ്തു, അതൊന്നും ആലോചിക്കണ്ട, ജസ്റ്റ് ഗൈസ് ക്രോസ് ഇറ്റ്. 1 into y minus x into log y, x log y. So y minus x log y whole divided by x whole divided by whole divided by, but I'll say 1 into x x, y into log x, y log x, so x minus whole divided by y. താഴെ കിടക്കുന്നവൻ മേലെ പോകുമ്പോൾ നമുക്കറിയാം റെസിപ്രോക്കൽ ആവും, തല തിരിഞ്ഞാൽ പോവാ. അപ്പൊ എന്താവും നോക്കെല്ലാവരും, മേലെ താള് അതേപോലെ തന്നെ y മൈനസ് എക്സ് ലോഗ് വൈ ഡിവൈഡഡ് ബൈ എക്സ് ഇൻറ്റു ഇവൻ തല തിരിഞ്ഞു, സോ y ബൈ എക്സ് മൈനസ് y ലോഗ് എക്സ്. വേണമെങ്കിൽ വൃത്തിക്ക് വേണ്ടി എങ്ങനെ എഴുതാം, ഇവന്മാരെ ആദ്യം എഴുതാം y ഡിവൈഡഡ് ബൈ എക്സ് ഇൻറ്റു ബാക്കിയുള്ളവന്മാരെ അടുത്ത് എഴുതി y മൈനസ് എക്സ് ലോഗ് വൈ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് y ലോഗ് എക്സ്. ഇത്തരത്തിൽ x by y, sorry y by x, sorry guys, y by x into y minus x log y divided by x minus y log x. Okay, so simple that anyone can answer. കാത്തിരിക്കണം വേണ്ടി യു ഗൈസ്, കാത്തിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിൻ്റെ അന്ന് തലേ ദിവസം സൂപ്പർ എക്സിൽ നിങ്ങൾക്ക് വേണ്ടി ഈ കാണുന്ന ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യും. ഓർത്തോ, it's my word. And we're moving on to the last question of this part. x raised to x plus x raised to sin x. ലോഗ് അപ്ലൈ ചെയ്യാം, കാരണം ഒരു ഫംഗ്ഷന്റെ മേലെ മറ്റൊരു ഫംഗ്ഷൻ പൊളിച്ചു തകർത്തു. അവിടെയാണ് വിഷയം. എന്തുകൊണ്ടാ ഇവിടെ ഞാൻ ലോഗ് അപ്ലൈ ചെയ്യാം, ലോഗ് y ഈക്വൽ ടു ലോഗ് എക്സ് റേസ് ടു എക്സ് പ്ലസ് ലോഗ് എക്സ് റേസ് സൈൻ എക്സ്. അങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല, തെറ്റാ. എന്താ ഇങ്ങനെ അപ്ലൈ ചെയ്യാനായിട്ട് ലോഗ് വൈ എന്ന് പറഞ്ഞാൽ ലോഗ് ഓഫ് രണ്ട് ഭാഗത്ത് നോക്കിയേ, ഇവിടെ ലോഗ് എഴുതി, ഇവിടെ നമ്മൾ ലോഗ് എഴുതുമ്പോൾ എക്സ് റേസ് ടു എക്സ് പ്ലസ് എക്സ് റേസ് സൈൻ എക്സ്. എന്ത് ചെയ്യും, ഇനി നമുക്ക് ലോഗ് ഇങ്ങനെ സെപ്പറേറ്റ് കൊടുക്കാം അല്ലെ, ലോഗ് എക്സ് റേസ് ടു എക്സ് പ്ലസ് ലോഗ് എക്സ് റേസ് ടു സൈൻ എക്സ്. ബ്ലണ്ടം, ലോഗ് ഓഫ് എ പ്ലസ് ബി, ലോഗ് എ പ്ലസ് ലോഗ് ബി എല്ലാം ഞാൻ പഠിപ്പിച്ചിരുന്നു. ഇതൊന്നുമല്ല മെത്തേഡ്. അപ്പൊ എന്ത് ചെയ്യും, ഇങ്ങനെ പ്ലസ് ഇട്ട് ലോഗ് അപ്ലൈ ചെയ്യേണ്ട കേസുകൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമാണ്. ഇതാണ് ടൈപ്പ് 3, y ഈക്വൽ ടു യു പ്ലസ് വി എന്ന് വിളിക്കാം. ആരാ യു? യു എന്ന് പറഞ്ഞാൽ അത് എക്സ് റേസ് ടു എക്സ് ആൻഡ് വി ആരാ എക്സ് റേസ് സൈൻ എക്സ്. കണ്ട, യുവും വിയും കിട്ടി. ചോദിക്കട്ടെ, എന്താ ഡി വൈ ബൈ ഡി എക്സ്? ടേക്കിംഗ് ഡെറിവേറ്റീവ് ഓൺ ബോത്ത് സൈഡ്സ്, രണ്ട് ഭാഗത്തും ഡിഫറൻഷിയേറ്റ് ചെയ്യാം. സോ ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the same as du by dx plus dv by dx. എൻ്റെ യുവും വി ഒക്കെ ഒരേപോലെ ഉണ്ട്, ലക്ഷൻ മാറ്റാം, നല്ലതാ. du by dx plus dv by dx. അപ്പൊ എന്ത് വേണം, du by dx വേണം, dv by dx വേണം. യു ആരാ? യു എന്ന് പറഞ്ഞാലുണ്ടല്ലോ അത് എക്സ് റേസ് ടു എക്സ് ആണ്. ഒരു ഫംഗ്ഷൻ്റെ മറ്റൊരു ഫംഗ്ഷൻ അപ്ലൈ ലോഗരിതം. സോ സിമ്പിൾ പരിപാടി. സോ ലോഗ് യു ഈക്വൽ ടു log x raised to x. മേലെ കിടക്കുന്ന എക്സ് താഴുന്നു, സോ എക്സ് ഇൻറ്റു ലോഗ് എക്സ്. ഇതാണെന്ത് ലോഗ് യു. ടേക്കിംഗ് ഡെറിവേറ്റീവ് ഓൺ ബോത്ത് സൈഡ്സ് വി ഗെറ്റ് 1 by u ഇൻറ്റു du by dx ഈക്വൽ ടു രണ്ടെണ്ണത്തിന്റെ മൾട്ടിപ്ലിക്കേഷൻ എക്സ് ഇൻറ്റു ലോഗ് എക്സ്. സോ ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് ലോഗ് എക്സ് 1 by x plus second function log x into derivative of first derivative of x, it is 1. x-ഉം x-ഉം cancel ആയി പോയി, ബാക്കി ആരുണ്ട് 1 plus log x. ഇതാണെന്ത് 1 by u du by dx. ഈ കാണുന്ന u നേരെ ഇപ്പുറം പോയി, so u into 1 plus log x, which implies du by dx എന്ന് പറഞ്ഞാൽ
u into 1 plus log x. അച്ഛൻ ആരാ യു? യു എന്ന് പറഞ്ഞാൽ അത് എക്സ് റേസ് ടു എക്സ് ആണ്. നേരെ എഴുതി എക്സ് റേസ് ടു എക്സ്. ഡി യു ബൈ ഡി എക്സ് കിട്ടി. ഒന്നാമത്തെ ആൾ കിട്ടിയിട്ടാ. ഒന്നാമത്തെ ആൾ കിട്ടി. ഇയാളെ കിട്ടി. ആര് വേണം? ഡി വി ബൈ ഡി എക്സ് വേണം. ആരാ വി? വി എന്ന് പറഞ്ഞാൽ എക്സ് റേസ് സൈൻ എക്സ്. ഞാൻ കാര്യം ചെയ്യട്ടെ. എക്സ് റേസ് സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് കേട്ടോ. അറിയോ? ഓർമ്മയുണ്ട? അതല്ലേ നമ്മൾ ആദ്യം ചെയ്ത ക്വസ്റ്റ്യൻ. ഇവിടെ എക്സ് റേസ് സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ്. ആരാ? ഇയാള്. നമ്മൾ ആദ്യ ക്വസ്റ്റ്യനിൽ ചെയ്ത എല്ലാ സ്റ്റെപ്പും എങ്ങനെ? ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ചെയ്ത ഈ കാണുന്ന എല്ലാ സ്റ്റെപ്പുകളും ചെയ്തുകൊണ്ട് ഓരോ സ്റ്റെപ്പും ഇവനെ ചെയ്യണം, ഇവനെ ചെയ്യണം, ഇവനെ ചെയ്യണം, അങ്ങനെ അവസാനം ഇത് കണ്ടുപിടിക്കണം. ഞാൻ നേരം എന്ത് ചെയ്തു? നമ്മൾ ഇപ്പോൾ തന്നെ ചെയ്ത ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ആ കാണുന്ന സ്റ്റെപ്പ് മനസ്സിലാവുന്നതുകൊണ്ട് ഞാൻ അവനെ നേരെ എഴുതി. ഇതാണ് നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട ഡി വി ബൈ ഡി എക്സ്. സ്റ്റെപ്സ് ഓർമ്മയുണ്ടല്ലോ അല്ലേ? കിട്ടി. എന്ത് ചെയ്യാം? ഇനി നമ്മൾ നേരത്തെ തന്നെ ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ hope you all know du by dx x raised to x into 1 plus log x plus dv by dx അത് ഇവനാണ്. ഇതാണ് മക്കളെ ഇതിന്റെ ആൻസർ വരുന്നത്. ഇത്ര മാത്രമാണ് ചോദ്യം. ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഈ കാണുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ മനസ്സിലായി കഴിഞ്ഞു. എല്ലാവരും ഈ കാണുന്ന എല്ലാ ക്വസ്റ്റ്യൻസും പഠിച്ചുകൊണ്ട് വേണം നിങ്ങൾ എക്സാം പ്രവേശിക്കാൻ വേണ്ടി. നമ്മൾക്ക് ഫസ്റ്റ് ടൈം എക്സാമിനും അതുപോലെ തന്നെ സെക്കൻഡ് ടൈം എക്സാമിനും മോഡൽ എക്സാമിനും മെയിൻ എക്സാമിനും എല്ലാം തന്നെ ഈ പറയുന്ന എല്ലാ ക്വസ്റ്റ്യൻസും അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ആണ്. മറ്റ് ക്വസ്റ്റ്യൻസുമായിട്ട് പിന്നീട് നോട്ടാം. ടിൽ ദെൻ ബൈ ഓൾ. താങ്ക് യു. ആൻഡ് നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ എല്ലാവരും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ വേറെ എന്തെല്ലാം ആവശ്യമുണ്ടെന്നും കൂടിയും നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. സോ ഗൈസ് ബൈ. താങ്ക് യു. ആൻഡ് സൈനിങ് ഓഫ് അഫ്നാസ് ഫ്രം സൈലം ലേണിംഗ്. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.